നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായകമായ ഉച്ചകോടി വ്യാഴാഴ്ച ബീജിംഗിൽ നടക്കുകയാണ്. 9 വർഷത്തിന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത് എന്നത് ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും പ്രമുഖ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും അടങ്ങുന്ന വിപുലമായ പ്രതിനിധി സംഘത്തോടൊപ്പമാണ് ട്രംപ് ചൈനയിലെത്തിയത്. കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രഖ്യാപിച്ച വ്യാപാര ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം 145% താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ ശത്രുത താൽക്കാലികമായി ശമിപ്പിക്കാൻ ബുസാൻ ഉടമ്പടി സഹായിച്ചിരുന്നു. ഗ്രേറ്റ് ഹാൾ ഓഫ് ദ പീപ്പിളിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങോടെയാണ് ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷം ഇരു നേതാക്കളും ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശിക്കും. വ്യാഴാഴ്ചത്തെ ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഷീ ജിൻപിങ്ങിനൊപ്പമുള്ള പ്രവർത്തന ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങുക. വ്യാപാരവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളാണ് 2 ദിവസത്തെ സന്ദർശനത്തിൽ ചർച്ചയാകുന്നത്. ആഗോളതലത്തിൽ സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധം സുസ്ഥിരമാക്കാനുള്ള ശ്രമങ്ങൾ ഇരു നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വ്യാപാര ബന്ധങ്ങളിലെ വിള്ളൽ മൂലം അമേരിക്കൻ കമ്പനികൾ ചൈനയ്ക്ക് പുറത്തുള്ള വിതരണക്കാരെ തേടുകയാണ്. മറുവശത്ത് ചൈനീസ് കമ്പനികൾ തങ്ങളുടെ ബിസിനസ് യൂറോപ്പിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും മാറ്റാനും തുടങ്ങിയിരിക്കുന്നു. ഇത് ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ സംഭരണം ചൈന നിർത്തിവെക്കുകയും നിർണായകമായ അപൂർവ ധാതുക്കളുടെയും ലോഹങ്ങളുടെയും ലഭ്യത കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടിയായി കമ്പ്യൂട്ടർ ചിപ്പുകൾ ചൈനയ്ക്ക് നൽകുന്നത് അമേരിക്കയും തടഞ്ഞു. ഈ തർക്കങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് മുൻപ് പരിഹരിക്കാനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. ഇസ്രായേലുമായി ചേർന്ന് ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന യുദ്ധവും ഈ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കും. ഇറാൻ യുദ്ധം ചൈനയുമായുള്ള ചർച്ചകളെ ബാധിക്കില്ലെന്നാണ് യാത്രാമധ്യേ ട്രംപ് പ്രതികരിച്ചത്. ഈ പോരാട്ടത്തിൽ വാഷിംഗ്ടൺ വിജയിക്കുമെന്നും ചൈനയുടെ സഹായം തനിക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നിരുന്നാലും ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താൻ ചൈനയുടെ ഇടപെടൽ അമേരിക്കയ്ക്ക് ആവശ്യമായി വന്നേക്കാം. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ ചൈനയ്ക്ക് ആ രാജ്യത്തിന് മേൽ സ്വാധീനമുണ്ട്. ഇറാൻ എണ്ണക്കച്ചവടത്തിന് സഹായിച്ചതിന് നിരവധി ചൈനീസ് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടെ ആഗോള എണ്ണ വാതക വിതരണ ശൃംഖല തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെ എണ്ണയുടെയും വാതകത്തിന്റെയും 20% കടന്നു പോകുന്ന ഈ പാത തടഞ്ഞത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമായി. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക ചൈനയോട് ആവശ്യപ്പെട്ടേക്കാം. തായ്വാൻ പ്രശ്നവും ഈ ഉച്ചകോടിയിൽ അജണ്ടയിൽ ഉൾപ്പെടുന്നുണ്ട്. ലോകം സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വേളയിൽ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകളുടെ ഫലം ആഗോള വിപണിയും അന്താരാഷ്ട്ര രാഷ്ട്രീയവും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അറുതി വരുത്താനും സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ നീക്കാനും ഈ കൂടിക്കാഴ്ചയ്ക്ക് കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വ്യാപാര മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ലോകത്തെ കൂടുതൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ഈ 2 ദിവസത്തെ സന്ദർശനം അമേരിക്ക ചൈന ബന്ധത്തിൽ മാത്രമല്ല ലോക രാഷ്ട്രീയ ഭൂപടത്തിലും നിർണായകമാണ്.